നമസ്കാരം. തമിഴ്നാട്ടിൽ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തന്റെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് തമിഴ് നടനും TVK എന്ന പാർട്ടിയുടെ അധ്യക്ഷനുമായ വിജയ്. ജൂലൈ 10 നടക്കുന്ന വിക്രവാണ്ടി ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയായ തമിഴക വെട്രി കഴകം മത്സരിക്കുന്നില്ല എന്നാണ് വിജയ് അറിയിച്ചിരിക്കുന്നത്. TVK ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവനയും ഔദ്യോഗികമായി തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇനി 3 ആഴ്ച കൂടി മാത്രമേ വിക്രവാണ്ടി ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ളൂ. തമിഴ്നാടിന്റെ ഭരണത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ പര്യാപ്തമായ ഒരു ഉപതെരഞ്ഞെടുപ്പല്ല വരാൻ പോകുന്നത്. എന്നാൽ തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഈ ഉപതെരഞ്ഞെടുപ്പിന് സാധിക്കുകയും ചെയ്യും. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന പ്രധാന പ്രതിപക്ഷമായ AIADMK കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിജയുടെ പാർട്ടിയായ TVKയും സമാനമായ നിലപാട് പങ്കുവച്ചിരിക്കുന്നത്. നമുക്കറിയാം, അടുത്തിടെയാണ് വിജയ് സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത്, രജിസ്റ്റർ ചെയ്തത്. ജനക്ഷേമ പ്രവർത്തനങ്ങളിലടക്കം അദ്ദേഹം ഇപ്പോൾ വളരെ സജീവമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും തങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും എന്നുകൂടി വിജയും കൂട്ടരും പറയുകയുണ്ടായി. എന്തായാലും ഈ വില്ലുവാണ്ടി ഉപതെരഞ്ഞെടുപ്പ് BJPയെയും DMKയും സംബന്ധിച്ച് വളരെ നിർണായകമാണ്. നിലവിൽ അത് DMKയുടെ മണ്ഡലമായിരുന്നു. അത് പിടിച്ചെടുക്കാൻ വേണ്ടി NDA അവരുടെ സഖ്യകക്ഷിയായ PMK ആണ് അയച്ചിരിക്കുന്നത്. PMKയുടെ സ്ഥാനാർത്ഥിയായിരിക്കും വില്ലുവാണ്ടിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഇതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തമിഴകത്തേക്ക് എത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നതിന്റെ ചില സൂചനകളും പുറത്തു വന്നിരുന്നു. എന്തായാലും തമിഴകത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു MP പോലും പാർലമെന്റിലേക്ക് അയക്കാൻ NDAക്ക് സാധിച്ചിരുന്നില്ല. ആ ഒരു വിടവ് അത് നിയമസഭയിൽ നികത്താൻ തന്നെയാണ് NDAയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ഈ വില്ലുവാണ്ടിയിൽ വളരെ പ്രബല കക്ഷിയായ വളരെയധികം സ്വാധീനമുള്ള വേരുകളുള്ള PMK തന്നെ ആ ദൗത്യം നിലവിൽ BJP ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. DMKയെ സംബന്ധിച്ച് സീറ്റ് നിലനിർത്തുക, PMKയെ സംബന്ധിച്ച് NDAക്ക് വേണ്ടി ആ സീറ്റ് പിടിച്ചെടുക്കുക എന്ന വലിയ ദൗത്യമാണ് അവർക്ക് മുന്നിലുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളം.